നമുക്കിനി പറയേണ്ടത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആസ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്സ്. ഇവിടെ ഞാനൊരു ഇലക്ട്രിക് ഫീൽഡിനെ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ സഹായത്തിൽ കാണിച്ചിട്ടുണ്ട്. ഈ ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ കാര്യം ശ്രദ്ധിച്ചാൽ അറിയാം, ഈ തുടങ്ങുന്ന മേഖലയിൽ, അപ്പോൾ ലൈൻ ഓഫ് ഫോഴ്സ് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. അതിൻ്റെ അർത്ഥം ഈ ഫീൽഡ് പ്രദാനം ചെയ്യുന്ന പോസിറ്റീവ് മേഖല ഇവിടെയാണ്, നെഗറ്റീവ് മേഖല ഇവിടെ ആയിരിക്കും. മാത്രമല്ല ഈ റീജിയണിൽ ലൈൻ ഓഫ് ഫോഴ്സ് എല്ലാവരും അടുത്തടുത്താണ്, എന്നാൽ ഇവിടെ ലൈൻസ് ഓഫ് ഫോഴ്സുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ദൂരെയാണ്. മാത്രമല്ല ദിശകളും പല പല ദിശയിലാണ്. അപ്പോൾ ഇവിടെ ലൈൻ ഓഫ് ഫോഴ്സിൻ്റെ സ്പേസിങ് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല, ഡിറക്ഷൻ വ്യത്യസ്തമാണ്. അതിൻ്റെ അർത്ഥം ഈ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഈ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ നമുക്കൊരു ചാർജിനെ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എ എന്നുള്ള പോയിന്റിൽ നിന്നും ഈ കാണിച്ചിരിക്കുന്ന വഴിയിൽ കൂടി സഞ്ചരിച്ച് ബി എന്നുള്ള പോയിന്റിൽ എത്തിക്കണം. അപ്പം നമുക്ക് എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായി ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എയിൽ നിന്നും ഈ തന്നിരിക്കുന്ന പാത വഴി ബിയിൽ എത്തിക്കണം. നമ്മൾ അതിലേക്കായി എ മുതൽ ബി വരെയുള്ള ആ വലിയ പാതയിലെ ഒരു ചെറിയ കഷണം നമ്മൾ മുറിച്ചെടുക്കുന്നു. ആ ചെറിയ കഷ്ണത്തെ എന്താ ഈ പറഞ്ഞ ഇത് മുതൽ ഇതുവരെ ഡിനോട്ട് ചെയ്യുന്നു. ആ നീളം ഡി എൽ ആണ്. അപ്പോൾ ഡി എൽ എന്ന് പറയുന്നത് എ മുതൽ ബി വരെ നീണ്ടു കിടക്കുന്ന വലിയ പാതയിലെ ഒരു ചെറിയ കഷ്ണമാണ്, അല്ലെങ്കിൽ ആ കഷ്ണത്തിൻ്റെ നീളമാണ് ഡി എൽ. അത് ഏകദേശം സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമ്മൾ സങ്കല്പിക്കുക. ഈ ഡി എൽ എന്നുള്ള സെഗ്മെൻറ്റ് ഇവിടെയുള്ള ഫീൽഡ് ഇയുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. അല്ലെങ്കിൽ ഈ ഡി എൽ എന്നുള്ള ഈ സെഗ്മെൻറ്റിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡ് തീറ്റ ആംഗിൾ മാറി നിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ഡി എല്ലിൻ്റെ നേരെയുള്ള ഇ എന്നതിൻ്റെ കമ്പോണൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട് ഈ കോസ് തീറ്റ. അപ്പോൾ ഈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഡി എല്ലിൻ്റെ നേരെയുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻ്റാണ്. തീറ്റയാണ് ആംഗിൾ, അതുകൊണ്ട് ഈ കോസ് തീറ്റ. ഈ കോസ് തീറ്റ എന്നതിൻ്റെ ദിശയാകട്ടെ ഇവിടെ നിന്നും ഈ ദിശയിലാണ്, താഴോട്ടാണ് ഈ കോസ് തീറ്റ. പക്ഷേ നമുക്കിവിടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ചലിപ്പിക്കേണ്ടത് എയിൽ നിന്ന് ബിയിലേക്കാണ്, അതും നേരത്തെ പറഞ്ഞ പോലെ ആക്സലറേഷൻ ഇല്ലാതെ. അപ്പോൾ ആക്സലറേഷൻ ഇല്ലാതെ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എയിൽ നിന്ന് ബിയിലോട്ട് ചലിപ്പിക്കണമെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ഫോഴ്സ് മൈനസ് ഈ കോസ് തീറ്റ ആയിരിക്കണം. ഇങ്ങോട്ടുള്ളത് ഈ കോസ് തീറ്റ ആണെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ട ഫോഴ്സ് മൈനസ് ഈ കോസ് തീറ്റ ആയിരിക്കണം. എത്ര ദൂരമെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം സങ്കല്പിക്കുന്ന ഈ ദൂരത്തെക്കുറിച്ച് മാത്രമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് മൈനസ് ഈ കോസ് തീറ്റ എന്നുള്ള ഫോഴ്സ് കൊടുത്ത് ആദ്യം ഞാൻ മൂവ് ചെയ്യിക്കുന്ന ദൂരം ഇത് മുതൽ ഇതുവരെയാണ്, ദാറ്റ് ഈസ് ഡി എല്ലാണ് ദൂരം. അങ്ങനെയെങ്കിൽ ഈ ഡി എൽ ദൂരം കൊണ്ടുപോകാൻ, ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഡി എൽ ദൂരം കൊണ്ടുപോകാൻ ആവശ്യമായ വർക്ക് ഡി ഡബ്ല്യു എന്നെഴുതി, അതൊരു കുഞ്ഞ് വർക്കാണ്. ആൻഡ് ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് എഫിന് പകരം മൈനസ് ഇ കോസ് തീറ്റ ഇൻറ്റു ഡി എൽ, അത് നമ്മൾ എഴുതും മൈനസ് ഇ ഡി എൽ കോസ് തീറ്റ. അപ്പോൾ ഈ മൈനസ് ഇ ഡി എൽ കോസ് തീറ്റ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഫീൽഡിന് എതിരെയായി ആക്സലറേഷൻ സംഭവിക്കാതെ ഇവിടെ നിന്നും ഇതുവരെ കൊണ്ടുപോകാൻ ആവശ്യമായ വർക്കാണ്. അപ്പോൾ ഒരിക്കൽ കൂടി മൈനസ് ഇ ഡി എൽ കോസ് തീറ്റ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ആക്സലറേഷൻ കൂടാതെ ഫീൽഡിന് എതിരായി ഈ പോയിന്റിൽ നിന്നും ഡി എല്ലിൻ്റെ തുടക്കത്തിൽ നിന്നും ഡി എല്ലിൻ്റെ അവസാനിക്കുന്ന പോയിന്റ് വരെ കൊണ്ടുപോകാൻ ആവശ്യമായ കുഞ്ഞ് വർക്കാണ്. അങ്ങനെയെങ്കിൽ എ മുതൽ ബി വരെയുള്ള ടോട്ടൽ വർക്ക് കാണണമെങ്കിൽ എഴുതിയിട്ടുണ്ട് ടോട്ടൽ വർക്ക് ഡൺ ഇൻ മൂവിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ ടു ബി. അതെങ്ങനെ കിട്ടും? ഇൻ്റഗ്രേറ്റ് ചെയ്യും. കാരണം ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഡി എല്ലുകൾ ചേർന്നതാണ് എ മുതൽ ബി വരെയുള്ള ആ വലിയ പാത. അപ്പോൾ നമ്മളതിനെ ലൈൻ ഇൻ്റഗ്രേഷൻ നടത്തും. അതായത് ഇതുപോലെ ഡി എൽ എന്നുള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ ചേർത്ത് 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 എ മുതൽ ബി വരെ ആഡ് ചെയ്യും. അതിനുള്ള ഉപാധിയാണ് ലൈൻ ഇൻ്റഗ്രേഷൻ. ആ ലൈൻ ഇൻ്റഗ്രേഷൻ കൊടുക്കുന്നത് എ മുതൽ ബി വരെയാണ്. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ എ മുതൽ ബി വരെ. ആരെയാണ് ലൈൻ ഇൻ്റഗ്രേഷൻ നടത്തുക? നേരത്തെ ചെയ്ത ചെറിയ വർക്ക്, ഒരു ഡി എൽ എന്നുള്ള സ്ഥലത്ത് ഉള്ള വർക്ക് മൈനസ് ഡി എൽ ഇ ഡി എൽ കോസ് തീറ്റയാണ്. അപ്പോൾ മൈനസ് ഇ ഡി എൽ കോസ് തീറ്റ എന്നുള്ള ടേമിനെ എ മുതൽ ബി വരെ നമ്മൾ ലൈൻ ഇൻ്റഗ്രേഷൻ നടത്തും. അതിൽ മൈനസ് സിമ്പൽ നമ്മൾ വെളിയിലോട്ട് എഴുതും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ കിട്ടും മൈനസ് ലൈൻ ഇൻ്റഗ്രൽ എ മുതൽ ബി വരെ ഇ ഡോട്ട് ഡി എൽ.
അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എ മുതൽ ബി വരെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകാനുള്ള വർക്കാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. എങ്കിൽ അത് നമ്മൾ ഈ രീതിയിൽ എഴുതുന്ന കാര്യവും നേരത്തെ പഠിച്ചു. ദാറ്റ് ഈസ് വി എ ബി ഈസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ സമം മൈനസ് ലൈൻ ഇൻ്റഗ്രൽ എ മുതൽ ബി വരെ ഇ ഡോട്ട് ഡി എൽ. ഇതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആസ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നമുക്കിവിടെ പറയേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇ ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി. ഈ ഒരു പടത്തിൽ ഞാനൊരു ലൈൻ ഓഫ് ഫോഴ്സ് വരച്ചിട്ടുണ്ട്. ലൈൻ ഓഫ് ഫോഴ്സ് ഇവിടെ നിന്നും ഈ ദിശയിലാണ്. അതിൻ്റെ അർത്ഥം ഇവിടെ ആയിരിക്കും ആ പോസിറ്റീവ് ചാർജുകളുടെ മേഖല, ഇവിടെ ആയിരിക്കും നെഗറ്റീവ് ചാർജുകളുടെ മേഖല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും ഇവിടെ നിന്നും ഈ ദിശയിലാണ്. ആ ദിശ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് പോസിറ്റീവ് മേഖലയോട് അടുത്തുള്ള പോയിന്റ് ബിയും അതിൽ നിന്നൊരല്പം അകത്തുള്ള പോയിന്റ് എയും. എയും ബിയും വരച്ചിരിക്കുന്ന ദൂരെയാണെങ്കിലും യഥാർത്ഥത്തിൽ ഇവ രണ്ടുപേരും വളരെ അടുത്തടുത്താണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള ദൂരം എക്സിന് പകരം ഡി എക്സ് ആണ്. ദാറ്റ് മീൻസ് എയും ബിയും വളരെ അടുത്തടുത്താണ്. മാത്രമല്ല പോസിറ്റീവ് മേഖലയോട് അടുത്തിരിക്കുന്നതിനാൽ ബിയുടെ പൊട്ടൻഷ്യൽ എയുടെ പൊട്ടൻഷ്യലിനെയും കാട്ടി കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് എയുടെ പൊട്ടൻഷ്യൽ വി എന്ന് വിളിച്ചപ്പോൾ ബിയുടെ പൊട്ടൻഷ്യൽ വി പ്ലസ് ഡി വി ആണ്. അതായത് എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് വി പ്ലസ് ഡി വി മൈനസ് വി നമുക്ക് കിട്ടും ഡി വി എന്ന് കിട്ടും. നമുക്കിവിടെ വേണ്ടത് എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം എയിലിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ബി വരെ കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ് എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ എഴുതിയിട്ടുണ്ട് വർക്ക് ഡൺ ഇൻ മൂവിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബി വരെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകുന്ന വർക്ക്, അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വി പ്ലസ് ഡി വി മൈനസ് വി ഇത് എത്രയായിരിക്കും? ഡി വി ആയിരിക്കും. നമുക്കിനി വേണ്ടത് എയിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. എയിലിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെയുള്ള പോസിറ്റീവ് മേഖലയുടെ റിപ്പൽഷൻ കാരണം ഇവിടെ ഇരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഈ ദിശയിൽ സഞ്ചരിക്കും. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇ ആണ്. ആ ഇ ആകട്ടെ ഇവിടെ നിന്നും ഈ ദിശയിലായിരിക്കും. എന്നാൽ എയിലിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ആക്സലറേഷൻ കൂടാതെ ബി വരെ എത്തിക്കണമെങ്കിൽ എനിക്ക് കൊടുക്കേണ്ടി വരുന്ന ഫോഴ്സ് മൈനസ് ഇ ആയിരിക്കണം. ഒരിക്കൽ കൂടി, എയിലിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇവിടെയുള്ള പോസിറ്റീവ് ഫീൽഡിൻ്റെ എഫക്റ്റ് പോസിറ്റീവ് ചാർജിൻ്റെ എഫക്റ്റ് കാരണം ഈ ദിശയിലായിരിക്കും സഞ്ചരിക്കുക. അതിൻ്റെ ഫോഴ്സ് ഇ ആണ്. എങ്കിൽ എയിലിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ആക്സലറേഷൻ കൂടാതെ ബി വരെ കൊണ്ടുവരണമെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന ഫോഴ്സ് മൈനസ് ഇ ആണ്. അപ്പോൾ ഫോഴ്സ് നമുക്ക് കിട്ടി. എ മുതൽ ബി വരെയുള്ള ദൂരം ഇവിടെ തന്നിട്ടുണ്ട്, ഡി എക്സ് ആണ്. അങ്ങനെയെങ്കിൽ എയിലിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ബി വരെ കൊണ്ടുവരാനുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എത്രയാണ്? മൈനസ് ഇ, ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ്. അപ്പോൾ ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ ടു ബി വിത്തൗട്ട് ആക്സലറേഷൻ മൈനസ് ഇ ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ് ആണ്. എങ്കിൽ നമുക്കറിയാം വർക്കിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് മുതൽ ഇതിലുള്ള വർക്ക് നമ്മൾ കണ്ടുപിടിച്ചു, അത് ഡി വി ആണ്. അപ്പോൾ ഡി വി ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് മൈനസ് ഇ ഇൻറ്റു ഡി എക്സ്. അവിടെ നിന്നും ഇ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും മൈനസ് ഓഫ് ഡി വി ബൈ ഡി എക്സ്. ഇതാണ് ഇയും വിയും തമ്മിലുള്ള ബന്ധം. നമുക്കിനി പറയേണ്ടത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഈസ് എ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നതിനെക്കുറിച്ചാണ്. ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്ന വർക്ക് പാത്തിനെ ആശ്രയിക്കത്തില്ല, എന്നാൽ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റുകളെ മാത്രം ആശ്രയിക്കും. കഴിഞ്ഞ +1 ടോപ്പിക്കിൽ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സാണ്. അതായത് അവിടെ ചെയ്യുന്ന വർക്ക് പാത്തിനെ ആശ്രയിക്കത്തില്ല, ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റുകൾ മാത്രമേ ആശ്രയിക്കൂ. അപ്പോൾ ഇവിടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിൻ്റെ കൺസർവേറ്റീവ് സ്വഭാവം പറയുന്നതിനായി ഒരു നിശ്ചിത ഫീൽഡിൽ 2 പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് എ എന്നുള്ള പോയിന്റും ഒന്ന് ബി എന്നുള്ള പോയിന്റ്. നമ്മൾ എയ്ക്കും ബിക്കും ഇടയിൽ 2 പാത്ത് വരച്ചിട്ടുണ്ട്. ഒന്ന്
എയിൽ നിന്ന് ബിയിലേക്കുള്ള പാത്ത് സി വഴിയാണ്, ബിയിൽ നിന്ന് എയിലേക്കുള്ള പാത്ത് ഡി വഴിയാണ്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ എ മുതൽ സി വഴി ബിയിൽ കൊണ്ടുപോകുന്ന വർക്കാണ്. ദാറ്റ് ഈസ് വർക്ക് ഡൺ ഇൻ മൂവിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ ടു ബി എലോങ് സി. ഈ ഇക്വേഷൻ നമ്മൾ മുഴുവനും നമ്മൾ തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെ എഴുതും? വി എ ബി അതെങ്ങനെ എഴുതും? വി ബി മൈനസ് വി എ ഇസ് ഈക്വൽ ടു മൈനസ് ലൈൻ ഇൻ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ. ഇനി നമ്മൾ ചെയ്യുന്നത് ബിയിലിരിക്കുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഡി എന്നുള്ള പോയിൻ്റ് വഴി തിരിച്ചെയിൽ കൊണ്ടുവരാൻ ആവശ്യമായ വർക്കാണ്. സിമിലർലി വർക്ക് ഡൺ ഇൻ മൂവിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ബി ടു എ എലോങ് ഡി, അത് വി ബി എ ആണ്, ഇസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി ഇസ് ഈക്വൽ ടു മൈനസ് ലൈൻ ഇൻ്റഗ്രൽ ബി ടു എ ഇ ഡോട്ട് ഡി എൽ. ഈ രണ്ട് ഇക്വേഷൻ നോക്കിയാൽ ആ വ്യത്യാസം മനസ്സിലാക്കും. ഒന്ന് എ മുതൽ ബി വരെയാണ്, മറ്റൊന്ന് ബി മുതൽ എ വരെയാണ്. നമുക്കിനി വേണ്ടത് എയിൽ നിന്ന് സി വഴി ബിയിലെത്തി തിരിച്ച് ഡി വഴി എയിൽ തിരിച്ചെത്തുന്ന ടോട്ടൽ വർക്കാണ്. ദെർഫോർ ടോട്ടൽ വർക്ക് ഡൺ ഇൻ മൂവിങ് യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എലോങ് ദ ക്ലോസ്ഡ് പാത്ത് എ സി ബി ഡി എ. നമുക്ക് ക്ലോസ്ഡ് പാത്ത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എയിൽ നിന്ന് സി ബി ഡി തിരിച്ച് എയിൽ വന്നു, അതാണ് ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞത്. അതെങ്ങനെ കിട്ടും? എ മുതൽ സി വഴി ബിയിലോട്ട് പോകുമ്പോൾ ഉള്ള വർക്ക് പ്ലസ് ബിയിൽ നിന്ന് ഡി വഴി എയിലേക്ക് വരുമ്പോൾ ഉള്ള വർക്ക്, അത് രണ്ടും കൂടി കൂട്ടുക. ദാറ്റ് ഈസ് വി എ ബി പ്ലസ് വി ബി എ. നമ്മൾ ഒന്നാമത്തെ വി എ ബി എന്നതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് ലൈൻ ഇൻ്റഗ്രൽ എ മുതൽ ബി വരെ ഇ ഡോട്ട് ഡി എൽ ഇതവിടെ കൊടുത്തു. ഇനി രണ്ടാമത്തെ വാല്യൂ ഞാനിവിടെ കൊടുത്തപ്പോൾ ഒരു ചെറിയ മാറ്റമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ എ മുതൽ ബി വരെയാണ്, എന്നാൽ രണ്ടാമത്തത് ബി മുതൽ എ വരെയാണ്. അപ്പോൾ ഇവിടെ ഇത് നമ്മൾ വിളിക്കുന്നത് ലിമിറ്റുകൾ എന്ന് പറയും. ഇത് ലോവർ ലിമിറ്റ്, ഇത് അപ്പർ ലിമിറ്റ്. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ ടേമിൻ്റെ ലിമിറ്റുകൾ പരസ്പരം മാറ്റി. ദാറ്റ് ഈസ് ബി എന്നത് അപ്പർ ലിമിറ്റാക്കും, എ എന്നത് ലോവർ ലിമിറ്റാക്കും. അപ്പോൾ ലിമിറ്റുകൾ പരസ്പരം നമ്മൾ കൈമാറ്റം ചെയ്തപ്പോൾ ഈ സൈൻ ഒന്ന് മാറും. ദാറ്റ് ഈസ് നെഗറ്റീവ് ആരാകും? പ്ലസ് ആകും. അതുകൊണ്ടാണ് ഈ വന്ന ഇക്വേഷനിൽ നോക്കിയാൽ അറിയാം, ഈ പറഞ്ഞത് ബി മുതൽ എ വരെയാണ്, ഞാൻ അതിനെങ്ങനെ എഴുതി? എ മുതൽ ബി വരെ എന്ന് മാറ്റി എഴുതി, ഇ ഡോട്ട് ഡി എൽ. അപ്പോൾ ഇവിടെ ലിമിറ്റുകൾ പരസ്പരം കൈമാറിയപ്പോൾ ഈ മൈനസ് ചേഞ്ച് ചെയ്ത് ആരായി? പ്ലസ് ആയി. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ ലിമിറ്റ് എ മുതൽ ബി വരെ, ഇതും എ മുതൽ ബി വരെ, ഇതും എ മുതൽ ബി വരെ. ഇത് നെഗറ്റീവാണ്, ഇത് പ്ലസ് ആണ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ഉത്തരത്തിൽ കിട്ടും 0 കിട്ടും. അതിൻ്റെ അർത്ഥം എയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ബി വഴി തിരിച്ച് എയിൽ തന്നെ കൊണ്ടുവന്നു. അങ്ങനെയാണെങ്കിൽ ചെയ്യുന്ന വർക്ക് എത്രയാണ്? 0 ആണ്. അപ്പോൾ ഈ ഫൈനൽ കണ്ടീഷൻ നിങ്ങൾ ആലോചിക്കുക, തുടങ്ങിയ പോയിൻറ്റും എ ആണ്, അവസാനിച്ച പോയിൻറ്റും എ ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകാനുള്ള വർക്ക് നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. എങ്കിൽ ഈ ഫൈനൽ സ്റ്റെപ്പിൽ നമ്മൾ നോക്കി എയിൽ തുടങ്ങി തിരിച്ച് എയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളിവിടെ പറയാൻ ശ്രമിച്ചത് എയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഒരേ പോയിൻ്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്കറിയാം, ഉത്തരം എത്രയായിരിക്കും? 0 ആയിരിക്കും. അതിവിടെ കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തുവാ? യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പാത്തിനെ ആശ്രയിക്കത്തില്ല. ഇവിടെ പാത്തിനെ ആശ്രയിക്കുമായിരുന്നെങ്കിൽ ഉത്തരം എന്ത് കിട്ടത്തില്ല? 0 കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു കൺസർവേറ്റീവ് ഫീൽഡായ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കുന്ന വർക്ക് ഒരു കാരണവശാലും പാത്തിനെ ആശ്രയിക്കത്തില്ല. പിന്നെ ആശ്രയിക്കുന്നത് ഇനിഷ്യൽ പോയിൻറ്റിനെയും ഫൈനൽ പോയിൻറ്റിനെയും മാത്രം ആയിരിക്കും. ഇവിടെ അത് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് വർക്ക് ഡൺ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആൻഡ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ്. നമുക്കിനി പറയേണ്ടത് വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്. നമുക്കറിയാം, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റ് വരെ കൊണ്ടുവരാൻ ആവശ്യമാകുന്ന വർക്ക് വി ആണ്, പൊട്ടൻഷ്യൽ എന്ന് പറയും. അപ്പോൾ വി ആരാണ്?
യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റ് വരെ അല്ലെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റ് വരെ കൊണ്ടുവരാനുള്ള വർക്ക് വി ആണ്. അപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് വേണ്ടി വരുന്ന വർക്ക് വി ആണെങ്കിൽ ക്യൂ എന്നുള്ള ചാർജിൻ്റെ വർക്ക് എത്രയായിരിക്കും? ക്യൂ ഇൻറ്റു വി. അപ്പോൾ അത്രയും വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ചാർജ് സഞ്ചരിച്ചാൽ കിട്ടുന്ന എനർജി കൈനറ്റിക് എനർജി ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ ക്യൂ ഇൻറ്റു വി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഒരിക്കൽ കൂടി, യൂണിറ്റ് പോസിറ്റീവ് ചാർജിൽ വേണ്ടി വരുന്ന വർക്ക് വി ആണ്. അപ്പോൾ ക്യൂ എന്നുള്ള ചാർജിൻ്റെ വർക്ക് ചോദിച്ചാൽ ക്യൂ ഇൻറ്റു വി. അത്രയും വർക്ക് കിട്ടിയാൽ ചാർജ് പതിയെ സഞ്ചരിച്ചാൽ കിട്ടുക കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ക്യൂ ഇൻറ്റു ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇത് പൊട്ടൻഷ്യലാണ്. ഇത് ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയാണ്. ഇത് ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മാസ്സാണ്. ഇത് ആ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ചാർജാണ്. ഇത് ആ ചാർജ്ഡ് പാർട്ടിക്കിളിനെ കൊണ്ടുവച്ച സ്ഥലത്തെ പൊട്ടൻഷ്യലാണ്. നമ്മൾ ഇതേ ഇക്വേഷൻ ഇലക്ട്രോണിന് വേണ്ടി മാറ്റി എഴുതിയാൽ ഈ ക്യൂ എന്നുള്ള സ്ഥലത്ത് ആര് വരും? ഇ വരും. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? ഇ സ്മോൾ ലെറ്റർ ഇ ഇൻറ്റു വി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. നമ്മളതിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ട് നമ്മൾ എഴുതും സ്മോൾ ഇ ക്യാപിറ്റൽ വി. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്തുവാണ്? ഇറ്റ് ഈസ് ദി, അതും ഇതേ ഇക്വേഷനാണ്. ക്യൂ ഇൻറ്റു വി എന്നതിന് പകരം എന്ത് വരും? സ്മോൾ ലെറ്റർ ഇ ഇൻറ്റു വി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ട് ഇ വി സ്മോൾ ഇ ക്യാപിറ്റൽ വി ആണ് അതിൻ്റെ നിർവചനം. ഇറ്റ് ഈസ് ദി കൈനറ്റിക് എനർജി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ. അപ്പോൾ ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന കൈനറ്റിക് എനർജിയാണ്. എങ്ങനെ? വെൻ ആക്സിലറേറ്റഡ് ത്രൂ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ട്. 1 വോൾട്ടുള്ള സ്ഥലത്ത് ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോണിന് ലഭിക്കുന്ന കൈനറ്റിക് എനർജിയെ വിളിക്കുന്ന പേരാണ് ഇ വി, ഇലക്ട്രോൺ വോൾട്ട്. ഈ വോൾട്ട് എന്ന് കേൾക്കുമ്പോൾ അത് വേറെ ഏതെങ്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിക്കരുത്. ഇ വി എന്ന് കണ്ടാൽ അത് മനസ്സിലാക്കണം, അത് എനർജിയാണ്. അത് എനർജി എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. നമ്മളതിനെ കൺവേർഷൻ ചെയ്യും. 1 ഇ വി ഈസ് ഈക്വൽ ടു ഇ എന്നതിൻ്റെ ഇ എന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അറിയാം, 1.6 × 10⁻⁻19. വി എന്ന് വെച്ചാൽ പൊട്ടൻഷ്യലാണ്, അത് 1 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വിക്ക് പകരം 1 വോൾട്ട് എന്ന് എഴുതി. ഇത് രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.6 × 10⁻⁻19 ജൂൾ എന്ന് കിട്ടും. ഇതെങ്ങനെ ജൂൾ കിട്ടി? ഇയുടെ യൂണിറ്റ് 1.6 × 10⁻⁻19 കൂളോംബാണ്. വോൾട്ടേജിന് നമ്മൾ കുറച്ച് മുൻപ് അതിൻ്റെ യൂണിറ്റ് പറഞ്ഞു, ജൂൾ പെർ കൂളോംബാണ്. വിയുടെ യൂണിറ്റ് ജൂൾ പെർ കൂളോം. അപ്പോൾ ഇവിടെ 1.6 × 10⁻⁻19 കൂളോംബും ഇവിടെ വരുന്ന 1 ജൂൾ പെർ കൂളോംബിൽ താഴെ വരുന്ന കൂളോംബും വെട്ടിപ്പോയാൽ ബാക്കി നമുക്ക് കിട്ടും 1.6 × 10⁻⁻19 ജൂൾ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇ വി അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എനർജിയാണ്, അതിൻ്റെ യൂണിറ്റ് ജൂളാണ്. വാല്യൂ 1.6 × 10⁻⁻19 ആണ്.